ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥ ഒരു വെടിക്കെട്ട് കഥയാണ് കേട്ടോ. നമുക്ക് കഥയിലേക്ക് കടക്കാം. മഞ്ജരിയും ഉഷയും ഉറ്റ സ്നേഹിതമാരാണ്. രണ്ടുപേരും വീട്ടമ്മമാർ. പ്രായം 40 വയസ്സിനോടടുത്ത് കാണും. രണ്ടുപേരുടെയും ഭർത്താക്കന്മാർ ഗൾഫിലാണ്. രണ്ടുപേർക്കും അല്പസ്വല്പം ഉഡായിപ്പൊക്കെ ഉണ്ട്. മഞ്ജരി വടയുണ്ടാക്കിക്കൊണ്ട് അടുക്കളയിൽ നിൽക്കുമ്പോഴാണ് ഉഷയുടെ ഒരു ഫോൺ കോൾ വന്നത്. നീ എന്തെടുക്കുവാ? ഉഷ ചോദിച്ചു. ഞാൻ ഉഴുന്നുവട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, മഞ്ജരി പറഞ്ഞു. ഉഷ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്തിനാടി നീ വടയുണ്ടാക്കുന്നത്? നിന്റെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ ഒരു അടിപൊളി വട, അതുപോരായോ? അയലത്തുള്ള ചെറുപ്പക്കാരെല്ലാം മെലിഞ്ഞു വരുന്നതിന്റെ കാരണം തന്നെ നിന്റെ ആ വടയോർത്ത് അവന്മാർ ഓരോന്ന് ചെയ്യുന്നത് കൊണ്ടാ. ഉഷ വീണ്ടും ചിരിച്ചു. ഓടി അവിടുന്ന്, പന്നത്തരം പറയാതെ. മഞ്ജരിയും അത് പറഞ്ഞുകൊണ്ട് ചിരിച്ചു. സാറ് വിളിച്ചതിന്റെ കാര്യം മനസ്സിലായി. ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാതിരിക്കുകയായിരുന്നു. നാളെ രാവിലെ ഒരു 11 മണിയാകുമ്പോൾ നീ ഇങ്ങോട്ട് പോരെ. ദീപകിനെ ഞാൻ വിളിച്ചിട്ടുണ്ട്, അവൻ വരും. ആണോ? ഉഷ സന്തോഷം അടക്കിപ്പിടിച്ചു ചോദിച്ചു. ഹോ, എത്ര നാളായി. പെണ്ണിന്റെ ഒരു ഇളക്കം. അവൻ നിന്നെ പറ്റി ചോദിച്ചു. കഴിഞ്ഞ തവണത്തെ നിന്റെ പെർഫോമൻസ് അതുപോലെ ആയിരുന്നല്ലോ. അതവൻ അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു, മഞ്ജരി പറഞ്ഞു. കൂടി അവിടുന്ന്, നീയും മോശക്കാരിയൊന്നും അല്ലായിരുന്നു. ഞാൻ വിചാരിച്ചു നീ ചെറുക്കനെ കൊല്ലുമെന്ന്. ഉഷ ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, നീ നാളെ പിള്ളേര് കാണത്തില്ലയോ? അവരെ എവിടെ പറഞ്ഞു വിടും? മഞ്ജരി പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല. എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞ് രാവിലെ അവരെ വീട്ടിലേക്ക് പറഞ്ഞു വിടാം. ഓക്കേടി, ഒന്ന് നാളെ ആയാൽ മതിയായിരുന്നു, ഉഷ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്തോ പറയാനാ, ഇവർക്ക് എന്തൊരു കടിയാ ഇത്, മഞ്ജരി പറഞ്ഞു. ശരി, നാളെ നേരിൽ കാണാ. മഞ്ജരി ഫോൺ കട്ട് ചെയ്തു. പിറ്റേന്ന് രാവിലെ 9 മണിയായപ്പോൾ തന്നെ ഉഷ മഞ്ജരിയുടെ വീട്ടിലെത്തി. ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ചുകൊണ്ടാണ് ഉഷ കയറി വന്നത്. നീ ഇന്നലെ ഉറങ്ങിയില്ലെന്ന് തോന്നുന്നല്ലോടി, മഞ്ജരി ചോദിച്ചു. അതുമല്ല, പെണ്ണങ്ങ് സുന്ദരിയായല്ലോ. ഇപ്പോൾ ദീപകിന് നിന്നെ കാണുമ്പോൾ തന്നെ 90 ഡിഗ്രി ആകും. ഓടി, നീയും മോശമൊന്നും അല്ല. നിന്നെ കാണുമ്പോൾ അവൻ 120 ഡിഗ്രി ആയിരിക്കും, ഉഷ തിരിച്ചു പറഞ്ഞു. ആ പോട്ടെ, നീ വല്ലതും കഴിച്ചോ? മഞ്ജരി ഉഷയോട് ചോദിച്ചു. ഞാൻ രാവിലെ ദോശ കഴിച്ചു. കയറി വാ, അവൻ വരുന്നതിന് മുമ്പ് വല്ലതും ഉണ്ടാക്കണം. എല്ലാം കഴിയുമ്പോൾ വല്ലതും കഴിക്കണ്ടേ? വന്നെന്നെ ഒന്ന് സഹായിക്കുന്നേ. അങ്ങനെ രണ്ടുപേരും കൂടി അടുക്കളയിൽ ജോലിയിൽ ഏർപ്പെട്ടു. 11:30 ദീപക് വന്നില്ല. ഉഷ ചോദിച്ചു, എന്താടി അവനെ കാണാത്തത്? അവനിനി വരില്ലേ? നീ അവനെ ഒന്ന് വിളിച്ചേ. ഒന്നടങ്ങടി, അവൻ വരും, മഞ്ജരി അതും പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് ദീപക്കിനെ വിളിച്ചു. ഫുൾ ബെല്ലടിച്ചു. കട്ടായി. ദീപക് ഫോൺ എടുത്തില്ല. അവൻ ബൈക്കിലായിരിക്കും, അതാണ് ഫോൺ എടുക്കാത്തത്, മഞ്ജരി പറഞ്ഞു. അത്രയ്ക്ക് വയ്യെങ്കിൽ വാ, ഞാൻ നിന്നെ സൂപ്പിക്കാം, മഞ്ജരി ചിരിച്ചുകൊണ്ട് ഉഷയെ കളിയാക്കി. അപ്പോൾ മുറ്റത്തൊരു ബൈക്കിന്റെ ശബ്ദം. ഉഷ ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് ഓടി. ഓ, ഈ പെണ്ണ് എന്തുവാ ഈ കാണിക്കുന്നത്? മഞ്ജരി പുറത്തുകൊണ്ട് പുറകിൽ ചെന്നു. ദീപക്കാണ്. അവൻ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വന്നു. വന്നപാടെ ഉഷയെ ഒരു നോട്ടം. എന്തുവാ ചേച്ചി, ഇന്നാള് വന്നതിനേക്കാൾ തടിച്ചങ്ങ് കൊഴുത്തല്ലോ. രണ്ടുപേരും തടിച്ചിട്ടുണ്ട്, ദീപക് ഒരു കള്ളച്ചിരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീയും നല്ലതുപോലെ വണ്ണം വെച്ചിട്ടുണ്ട്, ഉഷ പറഞ്ഞു. രണ്ടുപേരും അകത്തേക്ക് പൊയ്ക്കോ, ഞാൻ ചായ ഇട്ടുകൊണ്ട് വരാം. ഉഷ ചെറുക്കനെ കൊല്ലല്ലേ, എനിക്കും കൂടി വെച്ചേക്കണേ, അതും പറഞ്ഞ് മഞ്ജരി അടുക്കളയിലേക്ക് പോയി. അല്പം കഴിഞ്ഞ് ചായ ഇട്ടുകൊണ്ട് മഞ്ജരി റൂമിലേക്ക് ചെന്നു. ആർക്ക് വേണം ചായ? രണ്ടുപേരും കൂടി അരങ്ങ് തകർക്കുകയാ. ഇത് കണ്ട് മഞ്ജരിക്കും പിടിച്ചു നിൽക്കാനായില്ല. ചായ ടേബിളിൽ വെച്ചിട്ട് മഞ്ജരിയും കട്ടിലിലേക്ക് മറിഞ്ഞു.